നമ്മൾ ഇന്നൊരു രസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വെക്കുന്ന പോലെയല്ല, എൻ്റെ സ്റ്റൈലിലൊരു രസമാണ് വെക്കുന്നത്. ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ചിട്ടൊന്ന് കടുക് വറക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ ഉലുവ ഇടാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകും ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ചതച്ച് വെച്ച ഇഞ്ചിയും കുഞ്ഞുള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഈ കളർ ചേഞ്ച് നോക്കണ്ട കേട്ടോ. ആദ്യം നമ്മൾ കുരുമുളകാണ് ചതച്ചത്, അതിലേക്ക് ഇട്ടിട്ട് ഇഞ്ചിയും ഉള്ളിയും ചതച്ചപ്പം അതിൻ്റെ കളറായതാണ്. അപ്പോൾ നമുക്കിതിനെ ഈ ചീനച്ചട്ടിയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി കുഞ്ഞുള്ളി ഇതെല്ലാം ഞാൻ ഒരുമിച്ചാട്ടോ വഴറ്റുന്നത്. എല്ലാവരും അത് സെപ്പറേറ്റൊക്കെ ആയിരിക്കും വഴറ്റാറ്. ഞാൻ ഇതിനെ ഒരുമിച്ചാണ് വഴറ്റുന്നത്. ഓക്കെ, ഇതിന് വഴന്ന് വരട്ടെ. അതിന് ശേഷം നമുക്ക് തക്കാളിയൊക്കെ ഇടാം. ഇത് ഏകദേശമൊക്കെ വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ച തക്കാളീനെ ഇടാം. തക്കാളീനെ നല്ല വഴറ്റി ഉടച്ചെടുക്കണം. നമ്മൾ കുറച്ച് അധികം രസം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയധികം തക്കാളിയൊക്കെ. എനിക്ക് അസിഡിറ്റി കൂടിയിട്ട് വായിക്ക് ടേസ്റ്റില്ല. അപ്പോൾ രസമാകുമ്പോൾ നമുക്ക് നന്നായി കഴിക്കാമല്ലോ. തക്കാളീൻ്റെ ഇടയിൽ മല്ലിച്ചപ്പ് വരുന്നുണ്ട്. മല്ലിച്ചപ്പൊന്നും എല്ലാവരും വഴറ്റത്തില്ല, പക്ഷേ ഞാനിതൊക്കെ വഴന്നതിന് ശേഷം മല്ലിച്ചപ്പ് ഇട്ടിട്ടൊന്ന് ഇതാക്കും. ഇനി ഇതൊന്ന് നല്ലപോലെ ഉടഞ്ഞ് വഴന്ന് വരട്ടെ. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി എല്ലാത്തിനും കൂടുതലിടും. ഇനി മുളക് പൊടി വേണം. ഈ രസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ രസപ്പൊടി ഒന്നും ഇടാതെ എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. പൊടികളിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ. ബാക്കിയൊക്കെ കുരുമുളക് പൊടിയും ജീരകമൊക്കെ നമ്മളിവിടുന്ന് ചതച്ചിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, അതാണ് നല്ല റെഡ് കളറ്. എരിവ് കുറവായതുകൊണ്ട് നമ്മളിത്ര ഇടുന്നത്. ഇതിൽ സത്യത്തിൽ ഒരു സാധനം ഇടാൻ ഞാൻ മറന്നുപോയി. വറ്റൽമുളക് ഇടണമായിരുന്നു കടുക് വറുത്തപ്പോഴേ. അപ്പം ഞാൻ മറന്നുപോയി, പിന്നെ ഇടാൻ പറ്റിയില്ല. വറ്റൽമുളകും കൂടെ ഇടണം. ഇനി ഈ പൊടി രണ്ടും ഒന്ന് ഇതിൽ നല്ല മൂത്ത് ആ സ്മെല്ല്, പച്ച സ്മെല്ലില്ലേ, അതൊക്കെ ഒന്ന് മാറി വരണം. അപ്പം നമുക്ക് കുരുമുളക് പൊടിയും ജീരകപ്പൊടിയൊക്കെ ഇട്ട് മല്ലിച്ചപ്പൊക്കെ ഇടാം. അങ്ങനെ ഇതെല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം മറന്നുപോയി, കറിവേപ്പില മറന്നു, ഉപ്പിടാൻ മറന്നു. ഉപ്പ് ഒന്നിട വെച്ചിടാം. മതി മതി. പിച്ചോളിനിട്ടുകൊണ്ട് ഇച്ചിരി കൂടുതലാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും ജീരകപ്പൊടി ഇടാം. കുരുമുളക് പൊടിയല്ല, ചതച്ചതട്ടോ നമ്മൾ. ഓക്കെ, ഇനി ജീരകം, ജീരകപ്പൊടി, ജീരകം ചതച്ചത്, സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. രസത്തിൻ്റെ പൊടി ഇട്ടിട്ടില്ലെങ്കിലും നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്കുക എല്ലാവരും. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന രസപ്പൊടിയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഓക്കെ, ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പിടാം. മല്ലിച്ചപ്പിട്ടു.
ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ പുളി പിഴിഞ്ഞത്, ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ പിഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഓക്കെ, നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലൊന്ന് തിളച്ച് വരണം. കുറച്ചുകൂടെ വെള്ളം വേണം, കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നല്ല തിളച്ച് വരണം. ഓക്കെ, ഇനി ഇത് നല്ല തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ രസം ദേ വെട്ടിത്തിളച്ച് ഓക്കെ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കി വെച്ചിടാ. ആണോ? എന്താ കുറവുണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ സിമ്പിളായിട്ട് രസപ്പൊടിയൊന്നും ഇല്ലാതെ വേഗം ഉണ്ടാക്കിയ ഒരു രസമാണിത്. പൊടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ. പിച്ചോടൻ രസമായപ്പോൾ എന്നോട് പറഞ്ഞ ഗ്ലാസ്സിൽ തരാൻ, അങ്ങനെ ഗ്ലാസ്സിൽ കുടിക്കുകയാണ്. ആ, അത് സത്യം കേട്ടോ. കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി അല്ലേ? ആണോ? പിച്ചോടിന് ഭയങ്കര ഇഷ്ടമാണ് രസം ഇങ്ങനെ വെറുതെ കുടിക്കുന്നത്. എപ്പോഴും അതെ, ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴും പറയും ഗ്ലാസ്സിലെടുക്കാൻ. ഓക്കേ.